ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു ഹോം മെയ്ഡ് സോപ്പിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ബേസ് എടുക്കാം. നല്ല ക്വാളിറ്റി ബേസ് നോക്കി എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ആണ് നമ്മൾ ചെയ്യണത്. എന്നിട്ട് അതിൻ്റേതായ പാത്രത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ വേഗം അലിഞ്ഞ് കിട്ടും. അതിനു വേണ്ടിയാണ് ചെറിയ ചെറിയ പീസാക്കാൻ പറഞ്ഞത്. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പതയും. അപ്പോൾ നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ ഇല്ലെന്നുണ്ടെങ്കിൽ അത് പദം മാറ്റാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രം നമ്മൾ വേറെ ഒന്നിനും ഉപയോഗിക്കാത്ത ഒരു പാത്രം നോക്കി എടുക്കണമായിരിക്കും നമുക്ക് നല്ലത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. എന്നിട്ട് ഈ പാത്രം ഇനി വേറെ ഒന്നിനും ഉപയോഗിക്കരുത് കേട്ടോ. സോപ്പ് ബേസ് വെച്ചിരിക്കുന്ന പാത്രം. അതിന് ശേഷം ഇത് നന്നായി മെൽട്ടായി വരും. ആ ടൈമിൽ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പൗഡർ ഏതാണോ അത് ഇട്ട് കൊടുക്കുക. ഞാനിന്നിവിടെ ഉപയോഗിക്കുന്നത് മഞ്ചിഷ്ടമാണ്. അപ്പോൾ മഞ്ചിഷ്ട നമുക്കറിയാം, പുരാതന കാലം മുതലേ നമ്മുടെ കാരണവന്മാരൊക്കെ ആയിട്ട് ഉപയോഗിച്ച് തരുന്നതാണ്. നമ്മുടെ മുഖത്തിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഹെർബാണത്. നമ്മുടെ മുഖകാന്തി വർദ്ധിക്കാൻ, അതുപോലെ തന്നെ മുഖത്തെ കറുത്ത പാടുകൾ, കരിവാളിപ്പ്, കരിമംഗല്യം പോകാനൊക്കെ ആയിട്ട് ബെസ്റ്റാണ്. അപ്പോൾ അത് ഡെയിലി ഉപയോഗിച്ച് വരുന്നാൽ നല്ല റിസൾട്ടാണ്. തുടർച്ചയായിട്ട് ഉപയോഗിക്കണം കേട്ടോ, എന്നാലും അതിൻ്റെ റിസൾട്ട് അറിയാം. നമുക്കത് ഇട്ട് കൊടുക്കാം. നമ്മൾ ബേസ് വെക്കുമ്പോൾ തന്നെ ഈ പൗഡർ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സത്ത് കുറേ കൂടി നമുക്ക് അതിലേക്ക് കിട്ടും. ഇതിപ്പോൾ ഇത്തിരി വൈകി, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരിയും കൂടെ വെക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കത് ഇറക്കിയിട്ട് അധികം ചൂടിൽ നമുക്ക് ഫ്രാഗ്രൻസോ എസെൻഷ്യൽ ഓയിലോ ഒന്നും ഇടാൻ പാടില്ല. അപ്പം ഞാനതിൽ ഫ്രാഗ്രൻസോ എസെൻഷ്യൽ ഓയിലോ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇച്ചിരി വെയിറ്റ് ചെയ്തതിന് ശേഷം ലാവൻഡറിൻ്റെ എസെൻഷ്യൽ ഓയിലാണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അത് ഒരു 5-6 തുള്ളി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഞാനിവിടെ ഉപയോഗിക്കുന്നത് സാൻഡൽവുഡിൻ്റെ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മണത്തിനനുസരിച്ച് നമുക്കത് ഒഴിച്ചു കൊടുക്കുക. എന്തോരം ഫ്രാഗ്രൻസ് ആണോ വേണ്ടത്, അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ഉപയോഗിച്ചില്ലെങ്കിലും വേണ്ട, എസെൻഷ്യൽ ഓയിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം മോൾഡ് റബ്ബിങ് ആൽക്കഹോൾ വെച്ചിട്ട് സാനിറ്റൈസറിന് ശേഷം നമുക്ക് സോപ്പ് ബേസ് നന്നായി അതിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മുകളിലുള്ള പത റബ്ബിങ് ആൽക്കഹോൾ വെച്ചിട്ട് തന്നെ നമുക്ക് സ്പ്രേ ചെയ്താൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പം നമുക്ക് ഇതുപോലെ റബ്ബിങ് ആൽക്കഹോൾ വെച്ചിട്ട് സ്പ്രേ ചെയ്ത് ഒരു 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷമുള്ള റിസൾട്ടാണ്. 2-3 ടൈപ്പ് സോപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ മഞ്ചിഷ്ട മാത്രമേ കാണിച്ചുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് കാണണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോപ്പ്, അലോവേര ജെല്ല്, ലിപ് ബാം ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് വഴിയെ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട പരമാവധി എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും